ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഓട്ടോ സെൻസർ എങ്ങനെയാണ് മാറ്റുന്നത്, എങ്ങനെ ഇളക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഇളക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്സിജൻ സെൻസർ കറക്റ്റ് നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിന് ഇഷ്ടം പോലെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് ഇളക്കി ക്ലീൻ ചെയ്യേണ്ട ലിക്വിഡിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ ലിക്വിഡിനെ കുറിച്ചും അതെങ്ങനെ ചെയ്യുന്നത്, അതെന്താണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോമൻസ് കിട്ടും, മൈലേജ് കിട്ടും, എഞ്ചിൻ സൈലൻ്റ് ആയിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടും. അപ്പോൾ വന്നോളി, നമുക്ക് എങ്ങനെ ഇളക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടു. ഇതിൽ എല്ലാവരും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് എവിടെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ വെളിയിലോട്ട് പോകുന്ന ആ പൈപ്പിൻ്റെ ഈ തുടക്കത്തിലും ചിലപ്പോൾ 2 സെൻസർ ഉണ്ടാവും. അപ്പോൾ അത് ആ പൈപ്പിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ പൈപ്പിൽ ഈ 2 സെൻസേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ട് നമ്മൾ ആ സ്പെഷ്യൽ ടൂൾ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ഹാൻഡിലും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം സേഫായിട്ട് അതിൻ്റെ കപ്ലർ ആദ്യം നമ്മൾ ഉരുവിടാം. ഇതാണ്ട ഇത് കപ്ലർ ഉരുവിട്ടു. എന്നിട്ട് ഇതാ നോക്കൂ, ഇവിടെ ഇതാണ് ഓക്സിജൻ സെൻസറിൻ്റെ കപ്ലറും. ഓക്സിജൻ സെൻസർ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാണ് സ്പെഷ്യൽ ടൂൾ. ഈ ടൂൾ അങ്ങോട്ട് അതിലോട്ട് ഇൻസർട്ട് ചെയ്യുക. ഈ ടൂൾ ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് കൂളായിട്ട് അത് ഇൻസർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇത് നോക്കുക. ഇതങ്ങനെ അത്ര എളുപ്പം ഊരി വരത്തില്ല, ചിലപ്പം കുറച്ച് ടോർക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇതാ നോക്കൂ, ഇത് നമ്മൾ എടുത്ത് അതിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലിവറിന് എക്സ്റ്റൻഷൻ നമ്മൾ ഇടണം. എക്സ്റ്റൻഷൻ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി വരണം. നോക്കണ്ട, ഇപ്പോൾ ഇതിൻ്റെ ടോർക്ക് ഇളവിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇത് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇളക്കാൻ പറ്റും. എന്നതിന് ശേഷം അത് റിമൂവ് ചെയ്തിട്ട് നോക്കൂ, കൈ കൊണ്ട് നൈസിന് നമ്മൾ ഇളക്കിയെടുക്കുക. നൈസിന് നമുക്ക് കറക്കി അതിൽ ഇളക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, നൈസിന് കറക്കി. അപ്പോൾ നമ്മൾ കറക്കുമ്പോൾ ഈ കേബിളും അതിനൊപ്പം കറക്കി കൊടുക്കണം കേട്ടോ. അതിനെ കൂടെ തിരിയാനായിട്ട് അനുവദിക്കല്. കേബിളും കൂടി അതിൻ്റെ ഒപ്പം കറക്കിയെടുക്കണം. കണ്ടോ, ഇപ്പം കണ്ട നൈസായിട്ട് നമ്മൾ സാധനം ഇളക്കിയെടുത്ത്. അപ്പോൾ നോക്കൂ, ഈ വണ്ടിയുടെ ഓക്സിജൻ സെൻസർ ഞാൻ ഇളക്കിയെടുത്തതാണ്. നിങ്ങൾ കണ്ടോ എന്തുമാത്രം അഴുക്ക് കയറി, അതിൻ്റെ സെൻസിങ് പോയിൻ്റ് എല്ലാം ഡാമേജ് ആണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാൻ കാണിക്കുന്നത്? അപ്പം ഇത്രയും ഡാമേജ് ആയിട്ട് പോലും പക്ഷേ ഇത് കോടോ ഒന്നും കാണിക്കത്തില്ല. ഇനി നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അങ്ങോട്ട് പോകാം നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ക്ലീൻ ചെയ്യാനായിട്ട് WD-40 അങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യല്ലേ. കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതാണ്ട, ഇത് ഇലക്ട്രോണിക്സ് കോമ്പണൻറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്. നിങ്ങൾക്കിത് എല്ലാ സ്ഥലത്തും മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പ്രിഫറബിളി പറയുന്നത് ഇത് യൂസ് ചെയ്താലേ ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതെടുക്കുക. ഇത് ഞാൻ ഒരു WD-40യുടെ ഒരു കുഞ്ഞ് ഡപ്പ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് വയ്ക്കുക. ഇത് നമുക്കൊരു ഹോൾഡേ വെക്കണം. എന്നിട്ട് ഈ ലിക്വിഡ് അങ്ങോട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് നിറഞ്ഞു വരുന്ന അതുവരെ ലിക്വിഡ് ഒഴിക്കുക. ഞാനിപ്പോൾ അത് നിറഞ്ഞു വരുന്ന അതുവരെ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് 100% ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടും. നാളെ രാവിലെ ഞാനിത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇപ്പം തന്നെ അതിൽ നിന്ന് കരി നല്ലപോലെ ഇളവുന്നുണ്ട് കേട്ടോ. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ നിന്ന് കരി ഇളകി തുടങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്കൊന്ന് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് 100% ഒരു പെർഫോമൻസ് കിട്ടിയിരിക്കും. ഞാനിവിടെ സ്ഥിരം ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് 1-2 വണ്ടി ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണുണ്ടോ എന്ന് നോക്കിയിട്ട് എനിക്ക് എന്തായാലും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ആരും കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇളക്കണമെന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിവേ, ഞാൻ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.